ഹലോ ആൻഡ് ഹായ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നെയ്ച്ചോറ് വെച്ചത് എങ്ങനെയാണെന്ന് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വീഡിയോ. ഇവിടെ നിങ്ങൾ കാണുന്നത് 2 കപ്പ് പോസ്റ്റ്മാൻ ബസ്മതി റൈസാണ്. അതിനെ നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരിക്കുകയാണ്. ഒരു 30 മിനിറ്റ്സ് എങ്കിൽ കണ്ടില്ലേ. ഇപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ അബ്സോർവായി കുതിർന്നിരിക്കുകയാണ്. അതിന് നമുക്ക് നേരെ ഒരു സ്ട്രെയിനറിലോട്ട് വെള്ളം തോരാനായിട്ട് വെക്കാം. ഇനി നമുക്കിതിന് വേണ്ട നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ 2 വലിയ സവാള, ഒരു ചെറിയ സവാള, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം, പച്ചമുളകും വേണം, ഇഞ്ചിയും വെളുത്തുള്ളിയും. അപ്പോൾ ഇവിടെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും സ്ക്രേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളിയും നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വലിയൊരു പാൻ വെച്ചിട്ട് ഞാനിതിൽ നോൺ സ്റ്റിക്ക് പാൻ വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിൽ ഞാൻ വെജിറ്റബിൾ ഓയിലും കുറച്ച് നെയ്യും കൂടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിപ്പോൾ ഈ സവാള സ്ലൈസ് ചെയ്ത് വെച്ചതൊന്ന് വറുത്ത് കോരാന്ന് പറയുന്നത് കുറച്ച് ബ്രൗൺ കളർ. നമുക്കിത് ശരിക്കും ചോറിൽ വിതറാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സോ കാഷ്യൂ നട്ട്സോ റൈസൻസോ ഒക്കെ വേണമെങ്കിൽ, ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ചോയ്സസാണ്. നമുക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ സവാള മാത്രമാണ് വഴറ്റിയെടുക്കുന്നത്. വഴറ്റിയെടുത്ത് അതൊരു ബ്രൗണിഷ് കണ്ടില്ലേ, ഇത്രയാണ് എനിക്ക് കിട്ടിയത്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. അപ്പോൾ അതേ പാനിൽ തന്നെയാണ് പട്ടയും ഗ്രാമ്പും ഏലക്കയും പെരിഞ്ജീരകവും ഇട്ടതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇടാം. അപ്പോൾ അത് പെരിഞ്ജീരകം ഒന്ന് പൊട്ടുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേരുവകളിടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും ഇടാം. ഞാനിപ്പോൾ ഇവിടെ സ്ക്രേപ്പ് ചെയ്തതേ ഉള്ളൂ. ഇതൊക്കെ ഇടുമ്പോൾ ഒരു മണവും അതിൻ്റെ ഒരു ഗുണമൊക്കെയാണ്, വളരെ നല്ലതാണ്. പിന്നെ ശരിക്കും നെയ്യിലാണ് ചെയ്യുന്നതെങ്കിൽ വളരെ നല്ലതായിരിക്കും. പക്ഷേ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എണ്ണ ഒഴിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഇതിലിപ്പോൾ ഞാൻ നമ്മുടെ സ്ട്രെയിനറിൽ വെള്ളം തോരാൻ വെച്ചിരുന്ന അരി 2 ഗ്ലാസ് അരിയാണ്. ഞാൻ ഇപ്പോൾ ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇത് ശരിക്കും ഒരുപാട് ഇങ്ങനെ ഹാർഡായിട്ടിട്ട് ഇളക്കരുത്, അരി പൊടിഞ്ഞു വരും. ശരിക്കും നമ്മുടെ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്ത് വളരെ സോഫ്റ്റായിട്ട് വേണം യോജിപ്പിച്ച് പൊട്ടാത്ത രീതിയിൽ ഈ അരി ഒന്ന് ചൂടായി അരി ഒന്ന് പൊട്ടുന്ന സമയത്ത് നമുക്ക് നല്ല ബോയിലിംഗ് വാട്ടർ, അതായത് ഇതിലിപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് 1 ടീസ്പൂൺ. കാര്യം മഞ്ഞ കളറായിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സഫ്രോൺ ഇടാം. അരി കളർ വേണ്ടെങ്കിൽ അത് വേണ്ടെന്ന്, ഓരോരുത്തരുടെ ചോയ്സാണ്. ഞാനിവിടെ സാധാരണ വെക്കുമ്പോൾ പൊടി ഇടാറുണ്ട്. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു റോ ഫ്ലേവറൊക്കെ മാറുന്നിടം വരെ ഒന്ന് വഴറ്റി ഈ അരി ഒന്ന് പൊട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ടിക്കെന്നുള്ളൊരു സൗണ്ട് കേൾക്കും. പൊട്ടുന്ന സമയത്ത് നമുക്ക് ഈ കെറ്റിൽ നിന്നുള്ള ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം പച്ചമുളക്, പട്ട, ഗ്രാമ്പു എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാം നമ്മൾ ഇതിലിടുന്നതാണ് ഏറ്റവും ഇതിങ്ങനെ ഇപ്പം ഞാൻ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. പിന്നെ ഉപ്പും കൂടെ ഉണ്ടോയെന്ന് നോക്കണം. അത്രയേ വേണ്ടുള്ളൂ, വേറെ ഒന്നും വേണ്ട. നമുക്ക് നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ച് ഇപ്പോൾ ഇതിങ്ങനെ കാണുന്നുണ്ടെങ്കിലും വെന്ത് വരുമ്പോൾ ഇതൊന്നും ശരിക്കും അത്ര വലിയ വിസിബിളല്ല, എല്ലാം ചോറിൻ്റെ ഇടയിൽ കിടക്കും. അത് കണ്ടില്ലേ. ഇതിപ്പം നമുക്ക് ഒന്ന് നോക്കാം, ഇടയ്ക്കൊന്ന് നോക്കണം. അടച്ചു വെച്ച് സ്റ്റീമിലിരുന്ന് തന്നെ അത് വേകണം. ഒന്ന് ഇളക്കി നോക്കുമ്പം അടിയിൽ വെള്ളം ഉണ്ടോ എന്നുള്ളത്. ശരിക്കും ഇത് ആവിയിലിരുന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. പിന്നെ നമ്മളിതിനെ കുറച്ച് ചോറെടുത്തൊന്ന് കടിച്ച് നോക്കണം. അപ്പോൾ അതിലറിയാം അതിനകത്ത് ഹാർഡാണോ ഇല്ലയോ എന്നുള്ളത്. ശരിക്കും നമ്മൾ ഈ വെള്ളത്തിൽ ഇരുന്നത് കുതിർത്ത് നമ്മൾ വെച്ച് വേവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫലം നമുക്ക് കാണുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇത് നോക്കിയായിരുന്നു. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച ഉള്ളിയെല്ലാം സവാളയൊക്കെ ഇതിലോട്ടൊന്ന് വിതറി. ശരിക്കും ഇത് നല്ലൊരു എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അല്ലേ. ബിരിയാണിയും കാട്ടിലും നെയ്ച്ചോറ് വളരെ എളുപ്പമാണ്. നമുക്ക് ഇറച്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കോംബോയാണ്, എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും. ഈ നെയ്യൊക്കെ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല മണവും ടേസ്റ്റ്, ഇതിനും മണത്തിനും ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല. ഇറച്ചിക്കറിയായിട്ട് നല്ലൊരു കോംബോയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചെയ്തു നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.